പ്രിയ സുഹൃത്തുക്കളെ, ഈ വർഗീയതയുടെ വിഷം ചീറ്റിലെ കേരള സമൂഹത്തിലും വർത്തമാനമായി കൊണ്ടിരിക്കുന്നു എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നല്ല മനുഷ്യർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെതിരെ ശബ്ദം ഉയർത്തേണ്ടതുമാണ്. അപ്പോൾ സമകാലീന കേരളത്തിൽ ഇതെങ്ങനെ വളർന്നാലേ ഇന്നത്തെ തലമുറ മുതിർന്ന തലമുറയുടെ ചെറുപ്പകാലം ആലോചിച്ച് നോക്കുകയും എന്ത് സമാധാനത്തിലും സന്തോഷത്തിലും കഴിഞ്ഞുകൂടിയ കുടുംബങ്ങളാണ് നമ്മുടേത്. ഒരു ജാതി വ്യത്യാസവുമില്ലാതെ ഒരു ഗ്രാമത്തിൽ പരസ്പരം ഇടപഴകി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടകലർന്ന് കാർഷിക രംഗത്തൊക്കെ മാറ്റാൽപ്പണി പോലെ പണികളൊക്കെ നടത്തി എല്ലാ ഉത്സവങ്ങളിലും പെരുന്നാളുകളിലൊക്കെ പരസ്പരം പങ്കെടുത്ത് എല്ലാ പ്രധാനപ്പെട്ട ദിനങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഭക്ഷണവും കൈമാറി ഒക്കെ നടന്നിരുന്ന ഒരു കാലം ഒന്ന് ആലോചിച്ച് നോക്കുകയും അവിടെ ഏതെങ്കിലും കാര്യത്തിൽ ആരെങ്കിലും ഒരു വർഗീയ വിദ്വേഷത്തോടു കൂടി പെരുമാറിയിട്ടുണ്ടോ? ആത്മാർത്ഥതയായിരുന്നില്ലേ അവിടെ? ഇതെന്താ ഇപ്പോൾ ഈ മാറ്റം വന്നിരിക്കുന്നത്? ഇപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്ന മാറ്റം എന്താ? കാര്യം എന്താണെങ്കിലും ശരി, ഈ എക്സ്ട്രീമിസം എന്ന് പറയുന്ന വിചാരധാരയിൽ ഗോൾവോക്കർ പറഞ്ഞു പിടിപ്പിച്ച എന്താ, ഇവിടെ ഹിന്ദുത്വത്തിൻ്റെ ശത്രുക്കൾ 3 പേരാണ്. ആരാരാ? ഒന്നാമത്തേതെന്ന് പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങളാണ്, രണ്ടാമത്തേത് ക്രിസ്ത്യാനികളാണ്, മൂന്നാമത്തേത് കമ്മ്യൂണിസ്റ്റുകാർ. അതൊന്ന് എഴുതി വെച്ചപ്പോൾ നമ്മൾ വിചാരിച്ചത് എഴുതി വെച്ചിരിക്കുന്നത് തന്നെ ഇരിക്കുമെന്ന്. പക്ഷേ അത് ഇന്ന് അതേപടി എടുത്തു കൊണ്ടുവന്നിരിക്കുക. ഇപ്പോൾ 1-ാം സ്ഥാനത്ത് മുസ്ലിങ്ങളൊന്നുമില്ല, ക്രിസ്ത്യാനികൾ തന്നെയാണ്. അതാണ് ഇപ്പോൾ കണ്ടുവന്നിരിക്കുക. കാരണം ഏറ്റവും വലിയ ഉപദ്രവം ഇവരുടെ മുൻപോട്ടുള്ള ഗതിക്ക് ഉണ്ടാകുന്നത് ക്രൈസ്തവ മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അല്ല മതപരിവർത്തനമൊന്നുമല്ല, ആണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ ഒന്നാമത് മുസ്ലിങ്ങൾ എന്നുള്ളത് മാറി, ഇപ്പോൾ ക്രമം അങ്ങ് മാറി. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും മതവിഭാഗത്തെ അടിച്ചമർത്താനായിട്ട് ആരെങ്കിലും ഉന്നതസ്ഥാനീയരായിട്ടുള്ള ആൾ തീരുമാനിച്ചാൽ അവരാദ്യം ചെയ്യുന്ന പരിപാടി ആ സമൂഹത്തെ വെറുക്കുന്ന രീതിയിൽ വെറുക്കപ്പെട്ട സമൂഹമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇതാണ് സാധാരണ ഈ ലോകത്തിൽ കണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ. ഹിറ്റ്ലർ അതാ ചെയ്ത്. യഹൂദ വിഭാഗം എന്ന് പറയുന്ന വെറുക്കപ്പെട്ട ഒരു സമൂഹമാണ് എന്ന രീതിയിൽ പ്രചരണം നടത്താൻ വേണ്ടി ഗീബൽസിനെ മന്ത്രിയാക്കിക്കൊണ്ട് പ്രചരണത്തിൻ്റെ മന്ത്രിയാക്കിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ആദ്യമേ ഒന്നും അവരെ കൊല്ലാനൊന്നും പോലെ ചെയ്ത് അങ്ങനെ പൊതുവിൽ അങ്ങനെ ധാരണ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകൾ ആ ധാരണയിലേക്ക് മുങ്ങിപ്പോകും. ജർമ്മൻകാരോട് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ആദ്യഘട്ടങ്ങളിൽ ഹിറ്റ്ലറിൻ്റെ ഒപ്പം സപ്പോർട്ട് ചെയ്തിൽ നിന്നിരുന്ന ആണ് എന്ന് പറഞ്ഞു. കാരണം ഇങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് അവർക്കറിയാൻ പാടില്ല. അപ്പോൾ തലപ്പത്തിരിക്കുന്നവർ പോലെ നിയമങ്ങളൊക്കെ പാസ്സാക്കിക്കൊണ്ട് വരുമ്പോഴും പുതിയ നിയമ ഭേദഗതിയൊക്കെ കൊണ്ടുവരുമ്പോഴും സംവരണത്തിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ദേശസുരക്ഷ, ഇത് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ഒരു പൊക്കിയ പാറ്റാണ് ദേശസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് പറഞ്ഞു വരുമ്പോഴൊക്കെ ആത്മാർത്ഥമായിട്ട് ഗൗരവമായിട്ട് ചിന്തിക്കുകയാണ് അതിൻ്റെ പിമ്പിലെ ഹിഡൻ അജണ്ട എന്താണ് എന്ന്. അപ്പം അതുകൊണ്ട് ഇത് മതസമൂഹത്തെ മാത്രമല്ല, ഈ വെറുപ്പിക്കുന്ന വ്യക്തികളെയും സമൂഹങ്ങളെയും ഒക്കെ ഇത് വെറുപ്പിന് വിധേയമാക്കുന്നത് സാധാരണ ഒരു സംഭവമാണ്. ഉദാഹരണത്തിന് ക്രൈസ്തവ സമൂഹത്തെ ഒതുക്കാൻ ഏറ്റവും പറ്റിയ മാർഗം അവരുടെ നേതാക്കളെ തകർക്കുക എന്നുള്ളത്. അവരുടെ നേതാക്കളായ ബിഷപ്പുമാരാ, മേൽധ്യക്ഷന്മാരാ, അല്ലെങ്കിൽ വൈദികരാ, അത് തകർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇടനെ അടിച്ചാൽ ആടുകൾ ചിതറും എന്ന ആ ക്രിസ്തു സൂക്തം 100% ശരിയാകുന്നുണ്ട് ഇപ്പം. അപ്പോൾ എല്ലാ മനുഷ്യവിഭാഗങ്ങളും കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. ഏറ്റവും അധികം അതിനെടുത്തുപയോഗിക്കുന്ന ആയുധം, ഇന്ന് ഉപയോഗിക്കുന്ന ആയുധം എന്താ? ഇന്ന് ഉപയോഗിക്കുന്ന ഒരുപാട് ആയുധങ്ങളുണ്ട്. ലൈംഗിക ആരോപണമാണ്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഏത് സമൂഹത്തിലാണ് ലൈംഗിക കുറ്റവാളികൾ ഇല്ലാത്തത്? പോക്സോ കേസ് കുറ്റവാളികൾ ഇല്ലാത്തത്? പിന്നെ എന്തേ ഒരു സമൂഹത്തിന് മാത്രം ഒറ്റപ്പെട്ട സമൂഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എത്ര ഗുർജിത്ത് സിംഗ്മാർ കിടപ്പുണ്ട് ജയിലിൽ? എത്രമാത്രം ഇങ്ങനെ കാഷായ വസ്ത്രധാരികൾ ജയിലിൽ കിടപ്പുണ്ട് ഈ ഒരു കാര്യത്തിൽ? അതുപോലെ മറ്റാളുകൾ കിടപ്പില്ലേ? എന്നിട്ട് എന്താ എപ്പോഴും ഒരു കേസ് എടുത്ത് വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു അച്ഛൻ്റെ കാര്യം, അല്ലെങ്കിൽ ഒരു ബിഷപ്പിൻ്റെ കാര്യം, അതുപോലെ തന്നെ എപ്പം ആവർത്തിച്ച് കോടതി കുറ്റമുക്തമാക്കിയവരെ പോലും വെറുതെ വിടുകയില്ല. ഇങ്ങനെ തുടർച്ചയായിട്ട് പ്രയോഗിക്കുന്നതിന് പിന്നിലെ ഹിഡൻ അജണ്ട മനസ്സിലാക്കേണ്ടത് അതാത് സമൂഹങ്ങളാണ്. ഇത് വളരെ ബോധപൂർവം ചെയ്യുന്ന പണിയാണ്. മനസ്സിലാക്കിയില്ല എങ്കിൽ ഈ വിമർശിക്കുന്ന ആളുകൾ കൂടാനായിട്ട് ഇടയാകും. അത് അപകടം പിടിച്ചൊരു ഇടപാടാണ്. അവരുടെ കൂടെ കൂടിയിട്ട് സഭയുടെ ബിഷപ്പുമാരെല്ലാം ഒക്കെ വഷളാണ്, എല്ലാം ഊളകളാണ്, ബോധമില്ലാത്തവരാണ്, തലയ്ക്ക് സ്ഥിരമില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൂടി കൈയടിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഉണ്ടാകുന്നതുണ്ടല്ലോ, തലമുറയ്ക്കിട്ട് കൊള്ളുമെന്നുള്ള കാര്യം മറന്നു പോകരുത് കേട്ടോ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് കടന്നു കയറിയിട്ടില്ലേ ഭയങ്കരമായി സർവസംഘ പരിത്യാഗിയായിട്ട്
ഉദാര മനസ്കനായിട്ട് അങ്ങേയറ്റം സമയം മുഴുവൻ രാജ്യത്തിനും ജനത്തിനും വേണ്ടി ചിലവഴിച്ച് കുടുംബം പോലും നോക്കാതെ വ്യാപരിച്ച വ്യക്തി ഒരാളുണ്ടല്ലോ നമുക്ക്. അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായ ആരോപണം എന്താ? NDA മാനസികമായിട്ട് പീഡിപ്പിച്ചു. അവസാനം അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ സത്യങ്ങൾ വെളിവാക്കപ്പെട്ടുവെങ്കിലും എന്തുമാത്രം മാനസികമായിട്ട് പീഡിപ്പിച്ചു. ആ പീഡിപ്പിന് ഫലമായിട്ടെന്താ? വോട്ട് വാങ്ങി നേടി വിജയം ഭരിച്ച് ഭരണത്തിൽ വന്നു അധികാരികളായി. പക്ഷേ തമ്പുരാൻ വെറുതെ വിടില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ ലൈംഗിക ആരോപണം ഏൽക്കാത്ത ഒരു സമൂഹവും മനുഷ്യ സമൂഹത്തിലില്ല. അതുകൊണ്ട് ചില സമൂഹങ്ങളെ മാത്രം ഈ കേസിലൊക്കെ പെട്ട് ആരോപണം നടത്തുമ്പോൾ ഓർക്കണം, നമ്മളെ കണ്ണിൽ തടിയിരിക്കുമ്പോൾ മറ്റുള്ളവൻ്റെ കണ്ണിൽ കരട് തപ്പാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ പോക്സോ കേസുകളും എല്ലായിടത്തും ഉണ്ട്. വാസ്തവത്തിൽ സോഷ്യൽ മീഡിയ വഴി മനുഷ്യന് ധാർമ്മിക ചിന്തകൾ തന്നെ ഒത്തിരി വികലമായി കണ്ടെത്തി വരും. പണ്ട് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നല്ലോ. ഇത് പച്ചയ്ക്കും ചീത്ത വിളിക്കുന്ന എന്തുമാത്രം യൂട്യൂബേഴ്സാണ് ഈ കാണുന്ന നമ്മുടെ ഈ മൊബൈൽ ഫോണിൽ കാണുന്ന പച്ചയ്ക്ക് ഒരു മടിയില്ല. തന്നെയല്ല എന്ത് ശക്തമായ നിയമം ഉണ്ടായിട്ട് പോലും മറ്റവരെ അവഹേളിക്കുന്നു. ഒരു വിലക്കെട്ടുകാരനിരുന്ന് പറയുന്നത് കേട്ട് എന്തെല്ലാം വളരെ മോശമായിട്ട് ക്രൈസ്തവരുടെ മേലന്മാർ ഒന്നടങ്കം അങ്ങ് ചീത്ത പറഞ്ഞേക്കും. ഒന്നടങ്കം മാത്രന്മാരെ എന്നാ ഗൊണോറിസ് എന്നും സിഫിലിസ് എന്നൊക്കെ പേരിട്ടിരിക്കും. പോരെ, ആലോചിച്ച് നോക്കിയാൽ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന വിദ്വേഷം, എൻ്റെ വൈരാഗ്യം, അപ്പപ്പായ പറയാം മരപ്പാപ്പ, ഇതൊക്കെ ഇന്ന് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ കണ്ടും കേട്ടും നമ്മൾ ഇരിക്കുമ്പം അതിനോടൊക്കെ ചേർന്ന് കൈയടിക്കാൻ പോയാലേ പോകുന്നതെന്നാണെന്നറിയാമോ? ധാർമ്മികതയുടെയും അടിത്തറയാണ്, ഭാവി തലമുറയാണ് തകരുന്നുള്ള കാര്യം ഒന്നും മറന്നു പോകരുതേ. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള വാചാലത കേട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വാക്കുകളുടെ ഭംഗി കേട്ടും അത് കണ്ടുകൊണ്ട് ഊറി ചിരിക്കാനുള്ള വഴിയല്ല ഇത്. ഗൗരവമായിട്ട് ഈ ഹിഡൻ അജണ്ടയെക്കുറിച്ച് അവബോധം ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ സോഷ്യൽ മീഡിയ കണ്ടമാനം കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നുണ്ടല്ലേ. ഓസ്ട്രേലിയയിൽ ഇപ്പം തരും നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ സോഷ്യൽ മീഡിയ അത് വേണ്ട എന്ന് നിരോധിച്ചിരിക്കുക. പല രാജ്യങ്ങൾ ആ വഴിക്ക് തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അപകടം മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുടുംബങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾക്ക് അത് നിസ്സാരമൊന്നുമല്ല ഈ മീഡിയ. അപ്പോൾ കുടുംബത്തെ നേർവഴിക്ക് തിരിക്കാൻ സഹായിക്കുന്ന ആൾക്കാർ അതാരാണ്? അതൊരു വൈദികരല്ലേ, അവരിൽ ഏതൊക്കെ തിരിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ആ വിഭാഗത്തിൽപ്പെട്ടവരെ അവരിൽ ആരെങ്കിലും ഒരാൾ വഴിവിറ്റിട്ടിട്ട് പോയി അതെടുത്ത് പർവ്വതീകരിച്ചതുകൊണ്ട് സർവ്വവൈദികർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വൈദിക വിദ്വേഷം നടത്തിയിട്ട് വൈദികൻ്റെ അജപാലന ജോലിയെ കളങ്കം ചേർത്താൻ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ശ്രമം അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതാണ്. അതുകൊണ്ട് മനന്നൊന്ന് കരയാനൊന്നുമല്ല, അത് കണ്ടിട്ട് തന്നെ പിമ്പിലിരിക്കുന്നവരെ മനസ്സിലാക്കിയിട്ട് ധീരമായിട്ട് മുൻപോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടേ. അപ്പോൾ അഭിഷിക്ത വിഭാഗത്തിൽപ്പെട്ട് ഇത്തരം വീഴ്ചകളില്ലെന്ന് നമ്മളാരും പറയുന്നില്ല. വീഴ്ചകളില്ലെന്നാരും പറയുന്നില്ലല്ലോ. കർത്താവുണ്ടായിരുന്ന 12 പേരിൽ ഒരാൾ നഷ്ടപ്പെട്ടു പോയില്ലേ? വീഴ്ചകളെല്ലായിടത്തും ഉണ്ട്. എണ്ണിയാൽ തീരാത്ത വിധ ആക്ഷേപങ്ങൾ മറ്റു സമൂഹങ്ങളിൽ ഉള്ളപ്പോഴാണ് പലപ്പോഴും ഒറ്റ തിരിഞ്ഞ തെറ്റുകളെ ക്രൈസ്തവ സമൂഹത്തിനെതിരെ ശക്തമായ ശരങ്ങൾ അയക്കാൻ മുറിപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നാം മനസ്സിലാക്കേണ്ട. അപ്പം അതുകൊണ്ട് സമൂഹത്തിലെ വൈദ്യ സമൂഹത്തിൽ ഒന്നടങ്കം നാണം കെടുത്തക്ക രീതിയിൽ പോകുമ്പോൾ ചിലപ്പം ചില അച്ഛന്മാരെങ്കിലും ചിന്തിച്ചു പോവാം, എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? ഇത്രയും ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ടിട്ടും ഇത്രയും മാത്രം ജോലി ചെയ്തിട്ടും രാപകൽ ജോലി ചെയ്തിട്ട് അവസാനം കിട്ടുന്ന ഇതാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ വൈദികർക്ക് കിട്ടുന്ന സമാധാനം എവിടെ നിന്നാ? അങ്ങേ കുരിശിൻ്റെ ചൂട്ടിൽ ആരാ ഉള്ളത്? അന്ന് എത്ര പേര് അപ്പം വർദ്ധിപ്പിച്ചും ഭക്ഷിച്ചു പോയവരാ? എത്ര പേര് രോഗശാന്തി ലഭിച്ചവരാ? മരിച്ചവരും ഉയർപ്പിച്ചതിനും ബന്ധുക്കളൊക്കെ കൂടി ഉണ്ടായിരുന്നല്ലോ. എന്തൊക്കെ ആളുകളുണ്ടായിരുന്നു. നന്മ മാത്രം ചെയ്ത് കടന്നുപോയെന്നല്ല എഴുതി വെച്ചിരിക്കും. ആ നന്മ സ്വീകരിച്ച ആ 10,000 ആൾക്കാരുടെ എല്ലാം ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് ചുവട്ടിൽ ആരാ ഉണ്ടായിരുന്നത്? ചുവട്ടിൽ ആ 3 സ്ത്രീകളും 1 പുരുഷനും ഇതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ നമ്മുടെ ഗതി. അതുകൊണ്ട് നമ്മളാരും തളരാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളൊന്നും വിഷമിക്കാനും പോകുന്നില്ല. പക്ഷേ ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോകാൻ, വിശ്വാസ തകർച്ച ഉണ്ടാകാൻ പാടില്ല. ധീരമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയണം. അതുകൊണ്ടാണ് തന്നെ പറയുന്നത്, ക്രൈസ്തവരെ ശത്രുനിര 1-ാം നിലയിൽ തന്നെ നിർത്തിക്കും, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ നേരിട്ടോളാം, ഞങ്ങൾക്കതിനകത്ത് ഭയമൊന്നുമില്ല. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കോർണറുകളിൽ നിന്ന് അറ്റാക്ക് വരുമ്പോൾ ചിലപ്പോൾ വെന്തു പോകാനിടയുണ്ട്. അതായത് നമ്മൾ നമ്മുടെ കൂടെ ആണെന്ന് വിചാരിച്ചിരുന്നവരെ അവർ കൈയ്യടി കിട്ടാൻ വേണ്ടി, സമൂഹത്തിൻ്റെ കൈയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് തലതിരിഞ്ഞ് വർത്തമാനം പറയുമ്പോൾ അത് വിഷമിക്കും. പിന്നീട് മാപ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കണം, പറയുന്നത് ആരെക്കുറിച്ചാണ്, പറയുന്നത് എന്താണ്, പറയാവുന്നതാണോ പറയുന്നത് എന്നൊക്കെ ഒന്ന് ചിന്തിക്കുന്നതാണ്. ഇപ്പം അതുകൊണ്ട് ഇപ്പോൾ അച്ഛന്മാരൊന്നിച്ച് കൂടുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ, ഇത്രയൊക്കെ നന്മ ചെയ്തിട്ട് ഇപ്പം നമുക്ക് ചീത്ത തന്നെയാണ് കിട്ടുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇടയനെ അടിക്കും ആടുകൾ ചേർന്ന് നമ്മുടെ നാഥൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ അടി മേടിക്കാൻ നമ്മൾ തയ്യാറായിട്ടിരിക്കുക.
അതുപോലെ തന്നെ FCRA എന്ന് പറയുന്ന നിയമത്തെ അത് പറയുമ്പോൾ വൈദിക മെത്രാൻ സമൂഹത്തെയൊക്കെ തരം താഴ്ത്തി അവരേതാണ്ട് വലിയ തിന്മ ചെയ്യുന്നവരാണെന്ന് മട്ടിലാണ്. അതായത് കണക്ക് കൊടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കും. ആരെ ചോദിക്കുമ്പോൾ നോക്കൂ, ഒരു ക്രൈസ്തവ നേതാവ് പഠിക്കുക. അപ്പോൾ ഇതുവരെ കണക്ക് കൊടുക്കാതിരിക്കുകയായിരുന്നു. 2010 നിയമമായത്. അത് ഞാൻ പല പ്രാവശ്യം റിന്യൂ ചെയ്തതാണ്. അപ്പോഴൊക്കെ വളരെ കൃത്യമായിട്ട് ക്രൈസ്തവ സ്ഥാപനങ്ങളെല്ലാം അനുസരണത്തോടുകൂടി കറക്റ്റ് കണക്ക് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുന്നേ, അല്ലാതൊന്നുമല്ല. അപ്പം അതെന്തീ മനസ്സിലാക്കാത്തത്? അതുകൊണ്ട് പണം കൈകാര്യം, ഈ പണം കൈകാര്യത്തിനെ കുറിച്ച് തന്നെ എന്തായി മനസ്സിലാക്കേണ്ടത്? ഈ ആളുകൾക്ക് ഒരു ചിന്തയുണ്ട് കേട്ടോ. ആരും ഈ പറയുന്ന മുഴുവൻ മേലധ്യക്ഷന്മാരെ ബിഷപ്പന്മാർ അവരാരും കത്തോലിക്ക സഭ ബിഷപ്പന്മാരാരും പണം കൈകാര്യം ചെയ്യുന്നില്ല. അതിന് അവർ കറക്റ്റായിട്ട് ഭരണ സംവിധാനമുണ്ട്, അതിനവിടെ കൂലിയായുണ്ട്, പണം കൈകാര്യം ചെയ്യുന്ന പ്രക്രിയയായിട്ടുണ്ട്. ഈയിടെ ഒരാൾ യൂട്യൂബിൽ ഇരുന്നുകൊണ്ട് പറയുന്നത് കേട്ടു പെട്ടെന്ന്, അച്ഛന്മാർ പള്ളി വരുന്ന പണമെല്ലാം അച്ഛന്മാർ കൊണ്ടുപോകുമല്ലോ. എന്തൊരു പാവം സ്ത്രീ, അതിനറിയാൻ പാടില്ല, മറ്റു വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അവർ ധരിച്ചു നേരത്തെ കൊണ്ട് അച്ഛൻ കെട്ടിക്കൊണ്ട് പോകാൻ കാര്യം. വളരെ കൃത്യമായിട്ട് ഓരോ പള്ളിയിലും വരുന്ന പണം അതിന് ജനപ്രതിനിധികളായ കൈക്കാരന്മാർ കറക്റ്റ് ചെയ്ത് എണ്ണം നോക്കി കൃത്യമായിട്ട് ബാങ്കിൽ അടച്ചുകൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് ആ സമൂഹത്തിന് നന്മയ്ക്കായിട്ട് വിനിയോഗിക്കുന്നത്. എന്ത് നന്മ ഉപയോഗിക്കുന്നത്? എല്ലാ ജനത്തിനും നന്മ ഉണ്ടാകുന്ന പള്ളിക്കൂടം പോലെയുള്ള സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അത് വിനിയോഗിക്കുന്നത്. അല്ലെങ്കിൽ അതുപോലെ ഹോസ്പിറ്റലിന് വേണ്ടി വിനിയോഗിക്കുന്നത്. അല്ല ഓരോ അച്ഛനും ഇതുകൊണ്ട് പോകുന്നില്ല. അച്ഛൻ ഒരു മാസം കിട്ടുന്ന ചെറിയ തുച്ഛമായ അലവൻസ് കൊണ്ടാണ് ജീവിക്കുന്നത്. അല്ലാതെ ഇവിടെ പള്ളിയുടെ പണം മേടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ നേർച്ച വരുന്ന മുഴുവൻ അങ്ങനെ കൊണ്ടുപോയേക്കുക. എല്ലാം മെത്രാന്മാരെ ഒരു മെത്രാനും ഈ പണം കൈകാര്യം ചെയ്യുന്നില്ല. ഈ മെത്രാന്മാർക്ക് സ്വന്തമായിട്ട് അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ സഭയുടെ അക്കൗണ്ടൊന്നുമല്ല. അവർക്ക് വല്ല ഗിഫ്റ്റും കിട്ടുന്ന കാര്യമല്ലോ അതിലെ അക്കൗണ്ടിലുണ്ടെങ്കിൽ അത് ജീവകാരണത്തിന് വിനിയോഗിക്കുന്നുള്ളതല്ലാതെ വൻ തുകകളൊന്നും ഒരു മെത്രാനും സ്വീകരിക്കുന്നില്ല. FCRA പോലെ വിദേശ ഫണ്ട് മേടിച്ചുകൊണ്ട് നല്ല തിന്ന് സൂചിച്ചിരിക്കാൻ ധരിച്ചു വെച്ചിരിക്കുക. FCRAയുടെ ഫണ്ട് വരുന്നത് പാവങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. FCRA ഫണ്ട് വരാത്ത ആയ സമൂഹം എവിടെയുള്ള ഇവിടെ 6% ക്രൈസ്തവർക്കേ ഉള്ളൂ FCRA ഫണ്ട് വരുന്നത്. ബാക്കി മുഴുവൻ പിന്നെ ആരാ കൊണ്ടുപോകുന്നത്? അപ്പോൾ ഇത് മാത്രം അതേ സമയത്ത് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ബാധകമല്ലേ, പിന്നെ എന്തിനാ അതിനെക്കുറിച്ച് വിഷമിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയാനുള്ളത്, ഈ ബില്ല് അവതരിപ്പിച്ച ആൾ എന്താ പറഞ്ഞേ? മതപരിവർത്തന നിരോധന നിയമത്തിനനുസരിച്ച് അല്ലെങ്കിൽ പരിവർത്തന പ്രവൃത്തിക്ക് വിരുദ്ധമായിട്ട് അതിനെതിരെയാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആർക്കെതിരെയാണ്? അപ്പോൾ ഈ 6%-ത്തിനെതിരെ അല്ലേ? ഇതല്ലേ സംഭവിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒളിച്ചു വെച്ചിട്ടൊന്നും കാര്യം, അറിയാതെ തന്നെ കള്ളം പുറത്തു വരും. അതുകൊണ്ട് സഭയിൽ കാര്യങ്ങൾ നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ലാത്ത ആളെന്തെങ്കിലും പറഞ്ഞു പോട്ടെ, പക്ഷെ അറിയാവുന്ന ഒരു കണക്ക് കൊടുത്താൽ എന്താ കുഴപ്പം? എന്താ കണക്ക് കൊടുത്താൽ തെറ്റെന്നൊക്കെ ഒരു നേതാവിരുന്ന് പറയുന്നത് കേട്ടോ പുച്ഛമാ തോന്നിയ മനുഷ്യൻ. ആ മനുഷ്യൻ അറിയാൻ പാടില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ പള്ളിയിലെ കണക്ക് എങ്ങനെയാണ് പോകുന്നത് അദ്ദേഹത്തിന് അറിയാവുന്നതല്ലേ? അതാരെ കൈകാര്യം അറിയാൻ പാടില്ലേ? അത് രൂപതയിലെ കണക്ക് എങ്ങനെയാണ് പോകുന്നത് അറിയാൻ പാടുള്ളതല്ലേ? പിന്നെ വെറുതെ എന്തിനാ കയ്യടി കിട്ടാൻ വേണ്ടി, മറ്റുള്ള കൈയടി കിട്ടാൻ വേണ്ടി സഭയെ താഴ്ത്തി കെട്ടുക്കുന്ന ഒരിക്കലും നന്മ. എന്നിട്ട് പുണ്യം പറഞ്ഞാൽ മതി, ഞാൻ കുർബാന കാണുന്നയാളാം, ഞാൻ കുർബാന സ്വീകരിക്കുന്നയാളാം, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവബോധം ഉണ്ടാകണം. അത് അതേ സമയത്ത് ആശങ്കയുണ്ടെന്നുള്ളത് തന്നെ ഗൗരവമുള്ളതുകൊണ്ടാണ്. FCRA എന്ന് പറയുന്ന നിയമ ഭേദഗതിക്ക് ആശങ്കയുണ്ട്. അത് ഗൗരവമായ കാര്യമാണ്. അതായത് വിദേശ പണം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ FCRA ലൈസൻസ് റദ്ദാക്കുകയോ പുതുക്കാതിരിക്കുകയോ സറണ്ടർ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഈ സ്ഥാപനം സർക്കാർ ഏറ്റെടുക്കാമെന്ന്. അതാണ് ഏറ്റവും വലിയ സംഗതി. അതിലേറ്റവും ഗൗരവമായ സംഗതി, സർക്കാർ നിയമിക്കുന്ന ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി അത് ഏറ്റെടുക്കുക. അതോറിറ്റി ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് അത് ഏറ്റെടുക്കാവുന്ന ഭരണഘടനാ വിരുദ്ധമല്ലേ? അത് ഏറ്റെടുത്തിട്ട് കൈമാറുകയോ വിൽക്കുകയോ ചെയ്യാവുന്ന. ഇതിനെ വാസ്തവത്തിൽ ഗൗരവമായിട്ട് എടുക്കേണ്ടതല്ലേ? അല്ലാതെ FCRA നിയമത്തിന് ആരും എതിര് നിൽക്കുന്നത്? സർവ്വ ആൾക്കാരും ഇതിനനുസരിച്ച് ഇപ്പോൾ ഒരുപാട് റദ്ദ് ചെയ്തു. ആരും പരാതിപ്പെട്ടോ? മദർ തെരേസയുടെ ഒരുപാട് സ്ഥാപനങ്ങൾ FCRA റദ്ദ് ചെയ്തു. അതുകൊണ്ട് ആർക്കും നഷ്ടം വന്നത് പാവപ്പെട്ടവർക്ക്. എന്തുമാത്രം കുട്ടികൾക്ക് വേണ്ടി ബാലികമാർക്ക് വേണ്ടിയിട്ട് ഈ ഓർഫനേജ് പോലുള്ള സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നത് സന്യാസിനി സഭ അവരെല്ലാം നിർത്തി. കാരണം എന്തുകൊണ്ടാണ്? ഇതുപോലെ ഗുലുമാലുകൾ ആർക്ക് നഷ്ടം വന്നു? പാവങ്ങൾക്ക് നഷ്ടം വന്നു. അതായത് ഇപ്പം ഈ പണം എല്ലാം കൊണ്ട് വെച്ചുകൊണ്ട് ഇത് മുഴുവൻ വൈദികരും മെത്രാന്മാരും സുഖിക്കാണെന്ന് ധരിച്ചു വെച്ചിരിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഈ വൈദ്യനൊക്കെ കിട്ടുന്ന ഇത്രയൊക്കെ ഉള്ളൂ. അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ അറിഞ്ഞ് ജോലി ചെയ്തതിന് ശേഷം അത് അടുത്ത പള്ളിയിലേക്ക് ഒരു കടലാസ് കിട്ടുമ്പോൾ പോവും. ഒന്നും കൊണ്ട് പോകുന്നില്ല. മെത്രാൻ ഇങ്ങനെ തന്നെയാണ്. മെത്രാൻ അവിടെ നിന്നുകൊണ്ട് എല്ലാ സിഗ്നറ്ററി ആയിട്ട് ഒപ്പിടുന്നത് മാത്രമല്ലാതെ പണം കൈകാര്യം സമിതിയാണ്, ഒരു വ്യക്തിയല്ല. അതിന് കൂലിയാന്നുള്ള സംവിധാനമുണ്ട്.
ഇതൊക്കെ അറിയാൻ പാടില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണ്ടേ? എന്നിട്ട് സഭയിലുണ്ടെന്ന് പറയുന്ന അഭിമാനിക്കും, ഞാൻ സഭയ്ക്കൊന്നും എതിരല്ല, മെത്രാന്മാർക്കെതിരാന്ന് പറയുന്നത് ഓർക്കണേ. സഭയുടെ നടത്തിപ്പിനെ കുറിച്ചെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ കൂട്ടത്തിലുള്ളവരോട്? വേണ്ടതല്ലേ? അതുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്നത് ഒരാളും റദ്ദ് ചെയ്യുന്ന ഒരാളും പുതുക്കാതിരിക്കുന്ന ഒരാളും ഏറ്റെടുക്കുന്ന ഒരാളും എല്ലാം ഒരാൾ തന്നെ. ഇതാണ് ഭരണഘടനാ വിരുദ്ധം എന്ന് പറയും. അതുകൊണ്ടാണ് അത് തിരുത്തിയേ പറ്റൂ എന്ന് പറയാനുള്ള വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മതപരിവർത്തന നിരോധന നിയമം ദുരുപയോഗിക്കുന്ന പോലെ തന്നെ ഇത് ദുരുപയോഗിക്കില്ലെന്ന് ആര് പറഞ്ഞു? ആരും ദുരുപയോഗിക്കില്ലെന്ന്. അതുകൊണ്ട് ദശാബ്ദങ്ങൾ കൊണ്ട് പടുത്തുയർത്തപ്പെട്ട ജനോപകാരപ്രദമായ പ്രസ്ഥാനങ്ങൾ അസൂയയുടെ പേരിൽ ഏറ്റെടുത്ത് കൈമാറി വേണമെങ്കിൽ വിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് അതിൻ്റെ അപകടം നാം മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെയാണ് ഒരു സമൂഹത്തെ നിർവീര്യമാക്കാൻ ആദ്യം ചെയ്യുന്നത് അവരെ വെറുക്കപ്പെട്ടവരാക്കി മാറ്റുക എന്നുള്ളതാണ്. വൈദ്യ സമൂഹത്തെ കൊള്ളക്കാരായെന്ന് എന്ന് പറയുന്നത്. കൊള്ളക്കാർ, മെത്രാന്മാരെ കൊള്ളക്കാർ. നാണമില്ലേ പറയാനിത്? ആരുടെ കൊള്ള നടത്തിയെന്നാ പറയും? ഇതുപോലെ പരിത്യാഗം അനുഷ്ഠിക്കുന്ന മനുഷ്യർ എവിടെയാണ് കിടക്കുന്നത്? കൊള്ളക്കാരെന്ന് പറയാൻ നാക്ക് പുഴുത്തു പോകില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. സത്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയാമോ? അതുകൊണ്ട് പിന്നീട് നിയമം അവർക്കെതിരെ കൊണ്ടുവരിക. അതും ഇതുപോലെ വെറുക്കപ്പെട്ടവരൊക്കെ മാറ്റി നിർത്തിയിട്ട് നിയമം അവർക്കെതിരെ ഉണ്ടെന്ന് പറയാൻ മിണ്ടാൻ പറ്റിയല്ലോ. അതല്ലേ ഇപ്പം വന്നിരിക്കുന്ന സാഹചര്യം. ഉയ്യോ മിണ്ടിപ്പോയാ, വൈദ്യനെന്തെങ്കിലും മിണ്ടിപ്പോയി, മെത്താനെങ്കിലും മിണ്ടിപ്പോയി, അതെല്ലാം പ്രശ്നമായി. ഒരു വർഗീയ പ്രസ്ഥാനത്തിന് മുഖപത്രം ഒരിക്കലും ഇങ്ങനെ എഴുതി ഏറ്റവും കൂടുതൽ സമ്പത്തും ലാൻഡും ഉള്ള കത്തോലിക്ക സഭയ്ക്കാണ്. 19 കോടി ഏക്കർ എന്ന് പറയുക. ആലോചിച്ച് അന്നൊക്കെ തമാശയായിട്ട് തോന്നി. പക്ഷേ പിന്നീട് ഇപ്പോഴല്ലേ മനസ്സിലാകുന്നത് അതൊക്കെ ആരംഭമായിരുന്നു. എന്തിനാ? ഈ സമൂഹത്തെ മാറ്റി നിർത്തി വെറുക്കാൻ വേണ്ടിയിട്ട് ആരംഭം തൊട്ട് നുണകൾ പറഞ്ഞ് കൊണ്ടുവരികയാണ്. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ബാധകമല്ലേ എന്നൊക്കെ ചോദിക്കാം. അതായത് 6% മാത്രമേ ഉള്ളൂ ക്രൈസ്തവ FCR ബാക്കി ബാധകമല്ലേ? ബാധക. പക്ഷേ ആർക്കും ബാധകമാവില്ല. ലക്ഷ്യം വയ്ക്കുന്നവർ മാത്രമേ മതപരിവർത്തന നിരോധന നിയമം എന്ന് പറയുന്നത് ആർക്കാണ് ഇപ്പോൾ ബാധകമായിരിക്കുന്നത്? ആലോചിച്ച് നോക്കിയാൽ നിയമം ഇവിടെ ഇല്ലാഞ്ഞിട്ടായിരുന്നോ? അതുപോലെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് രാഷ്ട്രീയം പറയാൻ പാടില്ല. ആരാ? ഇവിടെ ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്ന ആളിന് മുഖ്യമന്ത്രിയാകാം. അതുപോലെ തെരഞ്ഞെടുപ്പ് നടത്തൽ ഇങ്ങനെ പൂജാരിമാരെ ഇറക്കി വിടാം. അതേ സമയത്ത് ക്രൈസ്തവ മലയാളിമാർക്ക് ഒരു വാക്ക് പറയാൻ പാടില്ലെന്ന്. എന്നിട്ട് എന്തെല്ലാം ചരിത്രം പറഞ്ഞുകൊണ്ട് ഒരാൾ വലിയ മഹാൻ ഇരിക്കുന്നുണ്ട്. ഒരിക്കൽ വലിയ ചരിത്രം പറഞ്ഞുകൊണ്ട്, അതായത് വിദ്യാഭ്യാസ സമരകാലത്ത് അവർ നേതൃത്വം വഹിച്ചിരുന്നു, രാഷ്ട്രീയത്തിൽ ഇടപെട്ടും അത് ഇടപെടേണ്ടതായിരുന്നു എന്ന് അന്നേരം കൂടെ പറയുന്നുണ്ട്. പിന്നീട് വീണ്ടും അതിൽ തുടരുക. ആരാ പറയുന്നത്? മേലധ്യക്ഷന്മാർ. അവർക്ക് രാഷ്ട്രീയം വേണ്ടില്ലേ? എൻ്റെ സഹോദര, കത്തോലിക്ക സഭയിലെ വൈദികർക്കും മേലധ്യക്ഷന്മാർക്കും ഒരു കാര്യമേ ഇക്കാര്യം നിരോധിച്ചിട്ടുള്ളൂ. രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആരും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം, അതായത് എക്സിക്യൂട്ടീവായിട്ടുള്ള ഓഫീസ് ഏറ്റെടുക്കാൻ പാടില്ല. അതായത് ഈ രാഷ്ട്രീയ പാർട്ടികളെ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ഇടപെടാൻ പാടില്ല. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അല്ലാതെ രാഷ്ട്രീയ ബോധം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? കണ്ടില്ലേ എന്തെല്ലാം സംഭവങ്ങൾ? പാപ്പ ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞതിനെ പോലും വിമർശിക്കുന്നില്ല. ഇതേ പാപ്പ എന്തിനാ ഇടപെട്ടെന്നാണ് ചോദിച്ചത്. പാപ്പയുടെ ഒന്നും വിശ്വാസത്തിനും ധാർമ്മികനും കാര്യത്തിലാണ്. പാപ്പ നോക്കിയപ്പോൾ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്ന യുദ്ധത്തിൽ എല്ലാ കാലത്തും എല്ലാ പാപ്പമാരും യുദ്ധത്തിനെതിരാ. അത് പറയാതിരിക്കാൻ പറ്റുകയില്ല. അതിന് യുദ്ധം നിർത്തണം അത് പറയും. അത് പറഞ്ഞുകൊണ്ട് ട്രംപിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിച്ചാൽ പറയാതിരിക്കുമോ? തുടർച്ചയായിട്ട് പറയും. അതുകൊണ്ട് പേടിക്കേണ്ട, പേടിയില്ലെന്ന് തന്നെ പറഞ്ഞില്ലേ? അതെടുത്ത് വെച്ചോണ്ട് പാപ്പ ഇടപെട്ട് തെറ്റായിപ്പോയി എന്നൊക്കെ പറയാം. എന്തൊരു മണ്ടത്തരമായത്. പാപ്പയുടെ ദൗത്യം നിർവഹിക്കേണ്ടതാണ്. ചരിത്രത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി മേൽദേശം ഇടപെട്ട്. ഫെർഡിനാൻഡ് മാർക്കോസ് ഒരിക്കൽ എന്തെല്ലാം ഡിക്ലെയർ ചെയ്തു. അദ്ദേഹം എപ്പോഴും ജയിച്ചു കഴിയുമ്പോഴത്തേക്കും എവിടെയും ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയും. ആ ജയിച്ചു കഴിയുമ്പോൾ അദ്ദേഹം തോറ്റ് കഴിയുമ്പോൾ അദ്ദേഹം ഞാനാ ജയിച്ചതെന്ന് പറയും. അങ്ങനെ വർഷങ്ങളായി 18 വർഷം കഴിഞ്ഞപ്പോൾ കൊറീനോ അക്വിനോ ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഞാനാ ജയിച്ചു. ജനങ്ങളി കഴിയുമ്പോൾ എന്തായിരുന്നു? ചില പാറ്റൻ ടാങ്ക് ഇറക്കി വിട്ട് വെടിവെക്കാൻ കൊണ്ടുവന്നപ്പോൾ കർദിനാൾ സിൻ അദ്ദേഹം ഫിലിപ്പീനോ റേഡിയോയിൽ കയറി ചെന്നിട്ട് എല്ലാവരും ചെന്ന് ജപമാല എടുത്തുകൊണ്ട് വഴിയിലിറങ്ങാൻ പറഞ്ഞു. എല്ലാവരും ജപമാല എടുത്തുകൊണ്ട് വഴിയിലിറങ്ങി ഉക്കി പിടിച്ചുകൊണ്ട് വന്നു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പാറ്റൻ ടാങ്കിൽ നിന്ന് പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതുങ്ങളെല്ലാം കൂടെ വന്ന് അവരെല്ലാം കെട്ടിപ്പിടിച്ച് മുമ്പ് കൊടുത്ത് അവസാനം ഹെലികോപ്റ്റർ വഴി ഫെർഡിനാൻഡ് മാർക്കോസിനെ അമേരിക്ക എടുത്ത് നാട് കിടക്കും. പിറ്റേ ദിവസം കർദിനാൾ റോമിൽ വന്ന് മാർപ്പാപ്പയായിട്ട് സംഭാഷണം നടത്തി. എന്നിട്ടാ പറഞ്ഞാന്നറിയോ? ആയിരക്കണക്കിന് ആളുകളെ ഞാൻ രക്ഷിച്ചു. അഭിമാനപൂർവ്വം പറഞ്ഞു, ആയിരക്കണക്കിന് ആളെ രക്ഷിച്ചു. ഇതുപോലെ സഭ ഇടപെടേണ്ടി വരും സഹോദര. ഇടപെടുന്ന സാഹചര്യം ഇടപെടുക തന്നെ ചെയ്യും. കാരണം അതിൻ്റെ അടിസ്ഥാനം ധാർമ്മികതയും വിശ്വാസവുമാണ്. വിശ്വാസവും ധാർമ്മികതയ്ക്കും എവിടെ ഏത് രാജ്യത്ത് എപ്പോൾ വന്നാലും ശരി സഭ ഇടപെടും. ആ ഇടപെടുത്തതിൻ്റെ പേരിൽ ബലി അർപ്പിക്കുന്ന മധ്യേ വെടിവെക്കപ്പെട്ട് വധിക്കപ്പെട്ട സംഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്.